ചക്രവാണി ക്ലാസ്സസ് 2.0 ഏവർക്കും സ്വാഗതം. നമ്മൾ 2024 കറണ്ട് അഫയർ ചോദ്യങ്ങളുടെ സീരീസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 70ഓളം ചോദ്യപേപ്പറുകൾ കവർ ചെയ്യേണ്ടതുണ്ട്. 4 ക്ലാസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് 4 ചോദ്യപേപ്പറും പൂർത്തിയാക്കി. ഇന്ന് 5ാമത്തെ ചോദ്യപേപ്പറിലേക്കാണ് കടക്കുന്നത്. 2024 ഫെബ്രുവരി മാസം 7-ാം തീയതി നടന്ന യൂണിവേഴ്സിറ്റി LGSന്റെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇന്ന് പരിശോധിക്കുക. ഒന്നാമത്തെ ചോദ്യം, കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? തന്നിരുന്ന ഓപ്ഷൻസ് DY ചന്ദ്രചൂഡ്, ആശിഷ് ജിതേന്ദ്ര ദേശായി, നിതിൻ മധുകർ ജാംദാർ, അവസാന ഓപ്ഷൻ ഗീത മിത്തൽ. നിങ്ങൾക്കറിയാം, ഈ പരീക്ഷ നടന്നപ്പോഴത്തേക്കും ആശിഷ് ജിതേന്ദ്ര ദേശായി ആയിരുന്നു കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. എന്നാൽ നിലവിൽ ആരാണ് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എന്ന് ചോദിച്ചാൽ അത് നിതിൻ മധുകർ ജാംദാർ ആണ്. നിതിൻ മധുകർ ജാംദാർ ആണ് നിലവിലെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. അദ്ദേഹം 39ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്. അതേസമയം 38ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് AJ ദേശായി, അതായത് ആശിഷ് ജിതേന്ദ്ര ദേശായി. ഇനി ഇതിനകത്തുണ്ടായിരുന്ന മറ്റ് ഓപ്ഷൻസ് ആണ് DY ചന്ദ്രചൂഡ്. DY ചന്ദ്രചൂഡ് നമുക്കറിയാം സുപ്രീം കോടതിയുടെ 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു DY ചന്ദ്രചൂഡ്. ആ DY എക്സ്പാൻഷനും PSC ചോദിച്ചിട്ടുണ്ട്. ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ്. ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡാണ് DY ചന്ദ്രചൂഡ്. ഇനി ഇതിനകത്തുണ്ടായിരുന്ന അവസാനത്തെ ഓപ്ഷനാണ് ഗീത മിത്തൽ. ഗീത മിത്തൽ എന്ന് പറയുന്നത് നമുക്കറിയാം മണിപ്പൂരിൽ സംഘർഷം ഉണ്ടായി. അപ്പോൾ ഈ മണിപ്പൂർ സംഘർഷം അന്വേഷിക്കാൻ വേണ്ടി സുപ്രീം കോടതി ഒരു കമ്മീഷനെ നിയമിച്ചു. ആ കമ്മീഷന്റെ അധ്യക്ഷയാണ് ഗീത മിത്തൽ. ജസ്റ്റിസ് ഗീത മിത്തലാണ് മണിപ്പൂരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി സുപ്രീം കോടതി നിയോഗിച്ച കമ്മീഷന്റെ അധ്യക്ഷ. അതും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ പേരൊന്ന് ഓർത്ത് വയ്ക്കുക, ഗീത മിത്തൽ. ഗീത മിത്തൽ ഒന്ന് എഴുതി കാണിക്കാം. ഗീത മിത്തൽ. ഗീത മിത്തൽ. ഗീത മിത്തലാണ് മണിപ്പൂർ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നിയമിച്ച കമ്മീഷന്റെ അധ്യക്ഷ. നമ്മൾ പറഞ്ഞപ്പോൾ DY ചന്ദ്രചൂഡിനെ കുറിച്ച് പരാമർശിച്ചു. 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. അതേസമയം നിലവിൽ 51ാമത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറെ ആരുമല്ല, സഞ്ജീവ് ഖന്ന. സഞ്ജീവ് ഖന്നയാണ് നിലവിലെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്, 51ാമത്തെ ചീഫ് ജസ്റ്റിസ്. അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? HJ ഖനിയ. HJ ഖനിയയാണ് സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്. ഇനി സുപ്രീം കോടതിയിലേക്ക് വരുമ്പോൾ 1950 ജനുവരി 26-നാണ് സുപ്രീം കോടതി രൂപീകരിച്ചത്, അല്ലെങ്കിൽ നിലവിൽ വന്നത്. അതിനുശേഷം 1950 ജനുവരി 28-നാണ് സുപ്രീം കോടതിയുടെ ഉദ്ഘാടനം നടന്നത്. സുപ്രീം കോടതിയുടെ ഉദ്ഘാടനം നടന്നതാണ് 1950 ജനുവരി 28. അങ്ങനെ സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആയതാണ് HJ ഖനിയ. HJ ഖനിയ. HJ ഖനിയയാണ് സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്. HJ ഖനിയ സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആണെന്ന് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി സുപ്രീം കോടതിയിലെ ആകെ ജഡ്ജിമാരുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 34 ആണ്. 33+1. 33+1. അതിലൊന്ന് ചീഫ് ജസ്റ്റിസ് ആണെന്നൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ വരുന്നത് കേരള ഹൈക്കോടതിയിലേക്കാണ്. കേരള ഹൈക്കോടതി രൂപീകരിച്ചത് 1956 നവംബർ 1. ഇനി കേരള ഹൈക്കോടതിയുടെ കീഴിൽ എത്ര ജില്ലകളാണ് വരുന്നതെന്ന് ചോദിച്ചാൽ അത് 15 ജില്ലകളാണ്. കേരളത്തിലെ 14 ജില്ലയും പിന്നെ ലക്ഷദ്വീപും കൂടെ ചേർത്താണ് 15 ജില്ല എന്ന് നമ്മൾ പറയുന്നത്. ഇനി അപ്പോൾ കേരള ഹൈക്കോടതിയുടെ ജൂറിസ്ഡിക്ഷനിൽ വരുന്നത് എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു സംസ്ഥാനവും ഒരു കേന്ദ്രഭരണ പ്രദേശവുമാണ്, അതായത് കേരളവും ലക്ഷദ്വീപും. അതേസമയം 4 സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതിയായിട്ട് വരുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഗുവാഹത്തി ഹൈക്കോടതിയാണ്. ആസാം, അരുണാചൽ പ്രദേശ്, മിസോറാം, നാഗാലാൻഡ്. ആസാം, അരുണാചൽ പ്രദേശ്, മിസോറാം, നാഗാലാൻഡ് എന്നീ സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതിയായിട്ട് വരുന്നതാണ് ഗുവാഹത്തി ഹൈക്കോടതി. ഇനി ഗുവാഹത്തി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ആസാമിലാണ്. ആസാമിൻ്റെ തലസ്ഥാനം നമുക്കറിയാം ദിസ്പൂരാണ്. കാമരൂപ എന്നറിയപ്പെടുന്ന സംസ്ഥാനവും ആസാമാണ്. ഇനി മൊയ്തം ശവകുടീരങ്ങളാണ് അഹോം രാജവംശത്തിൻ്റെ. അതെവിടെയാണെന്ന് ചോദിച്ചാൽ അതും ആസാമിലാണ്. യുനെസ്കോയിലെ ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുത്ത 43ാമത്തെ സൈറ്റാണ് മൊയ്തം എന്ന് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി തിരിച്ച് വീണ്ടും ഹൈക്കോടതിയിലേക്ക് നമുക്ക് വരാം. കേരള ഹൈക്കോടതിയുടെ 1ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് KT
കോശി. കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആണ് KT കോശി. അങ്ങനെ ഒന്ന് തുടങ്ങി ഇടയ്ക്കുള്ള ആക്ടിംഗ് ജഡ്ജിമാരെ നമ്മൾ കൂട്ടുന്നില്ല. ചീഫ് ജസ്റ്റിസ് ആയത് 38ാമത്തെ ആളാണ് ആശിഷ് ജിതേന്ദ്ര ദേശായി. 39ാമത്തെ ആള് നിതിൻ മധുകർ ജാംദാർ. നിതിൻ മധുകർ ജംദാർ. നിതിൻ മധുകർ ജംദാർ. നിതിൻ മധുകർ ജംദാർ ആണ് കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ്. ഇനി ഒരു ചോദ്യം കൂടെ ഹൈക്കോടതിയായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊന്ന് പഠിക്കണം. ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോടതി ഏതാണെന്ന് ചോദിച്ചാൽ അത് അലഹബാദ് ഹൈക്കോടതിയാണ്. ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോടതി ഏതാണെന്ന് ചോദിച്ചാൽ അത് അലഹബാദ് ഹൈക്കോടതിയാണ്. ഇനി ഹൈക്കോടതി ഏത് ലിസ്റ്റിലാണ് വരിക? ഹൈക്കോടതിയെക്കുറിച്ച് പരാമർശിക്കുന്ന ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റാണ്. യൂണിയൻ ലിസ്റ്റിലാണ് പരാമർശിക്കുന്നത്. നമുക്കറിയാം ലിസ്റ്റുകൾ എന്ന് പറയുന്നത് 3 എണ്ണമാണ്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഇതിൽ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തുന്നത് യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന സർക്കാർ നിയമനിർമ്മാണം നടക്കുന്നത് സ്റ്റേറ്റ് ലിസ്റ്റ്, അതേസമയം സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും നിയമം നടത്താൻ പറ്റുന്നതാണ് കൺകറന്റ് ലിസ്റ്റ്. എന്നാൽ ഈ കൺകറന്റ് ലിസ്റ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരു വിഷയത്തിൽ നിയമനിർമ്മാണം നടത്തിയാൽ കേന്ദ്ര നിയമമേ നിലനിൽക്കൂ. ആ ഒരു വസ്തുത കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും എന്നുള്ള ആശയം ഇന്ത്യ കടമെടുത്തത് കാനഡയുടെ കയ്യിൽ നിന്നാണ്. കാനഡയിൽ നിന്നാണ് കയ്യിലെടുത്തത് നമ്മൾ കടമെടുത്തത്. അതേസമയം കൺകറന്റ് ലിസ്റ്റ്, അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റും എവിടെ നിന്നാണ് കടമെടുത്തതെന്ന് ചോദിച്ചാൽ അത് കാനഡയിൽ നിന്നാണ്. അതേസമയം കൺകറന്റ് ലിസ്റ്റ് ഇന്ത്യ കടമെടുത്തത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഇനി ഈ 3 ലിസ്റ്റിലും പെടാത്ത ചില വിഷയങ്ങളുണ്ട്. ഉദാഹരണത്തിന് സൈബർ ലോയുമായിട്ട് ബന്ധപ്പെട്ട സൈബർ നിയമങ്ങൾ, അതുപോലുള്ള കാര്യങ്ങൾ പെടുന്നത് റെസ്യൂജറി പവർ, അതായത് അവശിഷ്ട അധികാരങ്ങൾ. അവശിഷ്ട അധികാരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിളാണ് 248. റെസ്യൂജറി പവർ അല്ലെങ്കിൽ അവശിഷ്ട അധികാരങ്ങൾ. അതായത് ഈ 3 ലിസ്റ്റിലും പരാമർശിക്കാത്ത ചില വസ്തുതകളെ കുറിച്ച് പറയുന്ന മേഖലയാണ് അവശിഷ്ട അധികാരങ്ങൾ. അതിൻ്റെ ആർട്ടിക്കിൾ ചോദിച്ചാൽ 248. അതേസമയം ലിസ്റ്റുകളെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് ചോദിക്കുന്നതെങ്കിൽ അത് 246. ലിസ്റ്റുകളെന്നല്ല ശരിക്കും പറഞ്ഞാൽ ഭരണഘടനയിൽ പറയുക എന്ന് പറഞ്ഞാൽ അധികാര വിഭജനം, എന്തൊക്കെ കാര്യങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിയമം നിർമ്മിക്കാം, അങ്ങനെയുള്ള വിഭജനത്തെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 246. ഇനി ഏത് ഷെഡ്യൂളുണ്ട്? നമുക്കറിയാം ഭരണഘടനയിൽ ആകെ 12 ഷെഡ്യൂളാണുള്ളത്. അതിൽ ഏത് ഷെഡ്യൂളിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത്? ഷെഡ്യൂൾ 7ലാണ് ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത്. ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഹൈക്കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് യൂണിയൻ ലിസ്റ്റിലാണ്. ഇനി ഹൈക്കോടതി ജഡ്ജിമാരെ ആരാണ് നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണെന്ന് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. സുപ്രീം കോടതിയാണെന്ന് ചോദിക്കുന്നതെങ്കിൽ നമുക്കറിയാം രാഷ്ട്രപതി തന്നെയാണ്, അവിടെ തർക്കമൊന്നുമില്ല. അപ്പോൾ ഹൈക്കോടതിയിലേക്ക് വരുമ്പോഴും നമ്മളൊന്ന് ഓർക്കണം, നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അതേസമയം സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ഗവർണറുടെ മുമ്പാകെയാണ്. സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണറുടെ മുമ്പാകെയാണെന്ന് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല തൃശ്ശൂരാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല. നമുക്കറിയാം തൃശ്ശൂരാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം. അപ്പോൾ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് തൃശ്ശൂരാണെന്ന് നമുക്കറിയാം. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ 1936 വൈദ്യുതി സമരം നടന്നത് തൃശ്ശൂരിലാണ്. ആർക്കെതിരെയായിരുന്നു വൈദ്യുതി സമരം? RK ഷൺമുഖം ഷെട്ടിക്കെതിരെയായിരുന്നു വൈദ്യുതി സമരം എന്നുകൂടി നമ്മളൊന്ന് ഓർത്ത് വയ്ക്കണം. അതുകൂടാതെ പീച്ചി വാഴാനി അണക്കെട്ടുകൾ എവിടെയാണെന്ന് ചോദിച്ചാൽ അതും തൃശ്ശൂരിലാണ്. പീച്ചി വാഴാനി അണക്കെട്ടുകൾ തൃശ്ശൂരിലാണ് എന്നുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. തൃശ്ശൂരുമായിട്ട് ബന്ധപ്പെട്ട് ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഡിജിറ്റൽ, സംസ്ഥാനത്തെ ആദ്യത്തെ ഡിജിറ്റൽ ജില്ല ഏതാണെന്നാണ് പറഞ്ഞത്. സമ്പൂർണ്ണ ഡിജിറ്റലായ ജില്ല തൃശ്ശൂരാണ്. അതേസമയം സംസ്ഥാനത്തെ ആദ്യത്തെ ഡിജിറ്റൽ പഞ്ചായത്ത് ഏതാണ്? സംസ്ഥാനത്തെ ആദ്യ ഡിജിറ്റൽ പഞ്ചായത്ത് ചോദിച്ചാൽ അത് പുല്ലമ്പാറയാണ്. ആദ്യത്തെ ഡിജിറ്റൽ പഞ്ചായത്ത് പുല്ലമ്പാറ. അതേസമയം ആദ്യത്തെ ഡിജിറ്റൽ നഗരസഭയാണ് ചോദിക്കുന്നതെങ്കിൽ അത് കൊട്ടാരക്കരയാണ്. ആദ്യത്തെ ഡിജിറ്റൽ നഗരസഭ കൊട്ടാരക്കര. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യത്തെ ഡിജിറ്റൽ ജില്ലയാണ് ഏത്? തൃശ്ശൂർ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല ചോദിച്ചാലോ അത് എറണാകുളമാണ്. ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയാണ് ചോദിക്കുന്നതെങ്കിൽ അത് എറണാകുളമാണ്.
അതായത് ആ നാട്ടിലുള്ള ആൾക്കാർക്കെല്ലാം ഡിജിറ്റലിലുള്ള അറിവ് നേടിക്കൊടുക്കാൻ സാധിച്ചു, സാക്ഷരത കൈവരിച്ചു. അങ്ങനെ പറയുന്നതാണ് ഡിജിറ്റൽ സാക്ഷരതാ ജില്ല. അത് എറണാകുളമാണ്. ഇനി മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ നോക്കേണ്ടതാണ് ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരത നേടിയ മുനിസിപ്പാലിറ്റി ഏതാണ്. അത് ആന്തൂർ മുനിസിപ്പാലിറ്റിയാണ്. ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരത നേടിയ മുനിസിപ്പാലിറ്റി ആന്തൂരാണ്. അതേസമയം ഭരണഘടനാ സാക്ഷരത നേടിയ ആദ്യത്തെ ജില്ല ചോദിച്ചാൽ അത് കൊല്ലം ജില്ലയാണ്. ഭരണഘടനാ സാക്ഷരത നേടിയ ആദ്യത്തെ ജില്ല കൊല്ലം ജില്ലയാണ്. അതേസമയം ഭരണഘടനാ സാക്ഷരത നേടിയ ആദ്യത്തെ പഞ്ചായത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുളത്തൂപ്പുഴയാണ്. ഭരണഘടനാ സാക്ഷരത നേടിയ ആദ്യത്തെ പഞ്ചായത്ത് ചോദിച്ചാൽ അത് കുളത്തൂപ്പുഴയാണ്. കുളത്തൂപ്പുഴ കൊല്ലം ജില്ലയിൽ തന്നെയാണ്. ഇനി മറ്റ് രണ്ട് വസ്തുതകളോട് നമ്മൾ നോക്കണം. കോൺസ്റ്റിറ്റ്യൂഷണൽ മ്യൂസിയം, ഭരണഘടനാ മ്യൂസിയം എവിടെയാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് സോനിപത്താണ്. സോനിപത്ത് ഹരിയാനയിലെ സോനിപത്തിലാണ് ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം സ്ഥാപിച്ചത്. അതേസമയം ആദ്യത്തെ ഭരണഘടനാ പാർക്ക് വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പൂനെയിലാണ്. പൂനെ മഹാരാഷ്ട്രയിലാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് പൂനെയിലാണ്. ആ പി വെച്ചിട്ട് പഠിച്ചാൽ മതി. പാർക്കിൻ്റെ പി അതുകൊണ്ടൊന്ന് പൂനെയിൽ കണക്ട് ചെയ്യുക. പാർക്ക് പൂനെ, ഭരണഘടനാ പാർക്ക് പൂനെ. അതേസമയം ഭരണഘടനാ മ്യൂസിയം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് സോനിപത്ത് ഹരിയാനയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒന്നുകൂടെ ഒന്ന് ഓർഡറിൽ പറയാം. ആദ്യത്തെ ഡിജിറ്റൽ ജില്ല ചോദിച്ചാൽ തൃശ്ശൂർ. അതേസമയം ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല ചോദിച്ചാൽ അത് എറണാകുളമാണ്. ഇനി ആദ്യത്തെ ഡിജിറ്റൽ പഞ്ചായത്ത് ചോദിച്ചാൽ അത് പുല്ലമ്പാറയാണ്. ആദ്യത്തെ ഡിജിറ്റൽ പഞ്ചായത്ത് ആണെങ്കിൽ അത് പുല്ലമ്പാറയാണ്. ഇനി ആദ്യത്തെ ഡിജിറ്റൽ നഗരസഭ ചോദിച്ചാൽ കൊട്ടാരക്കര. അതേസമയം ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച മുനിസിപ്പാലിറ്റി ചോദിച്ചാൽ അത് ആന്തൂർ മുനിസിപ്പാലിറ്റിയാണ്. ആന്തൂർ മുനിസിപ്പാലിറ്റി. നഗരസഭ ഏതാണെന്ന് ചോദിച്ചാൽ അത് ആന്തൂരാണ്. ഇനി ഭരണഘടനാ സാക്ഷരത നേടിയ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ല. ഭരണഘടനാ സാക്ഷരത നേടിയ ജില്ല കൊല്ലം. അതേസമയം ഭരണഘടനാ സാക്ഷരത നേടിയ പഞ്ചായത്ത് ചോദിച്ചാൽ കുളത്തൂപ്പുഴയാണ്. കുളത്തൂപ്പുഴ. ഇതാണ് ആ ഒരു കൺഫ്യൂസിങ് ഏരിയ ആണ്. അതാണ് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചത്. സാക്ഷരതയും ഡിജിറ്റലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും അത് ഏത് ജില്ല അല്ലെങ്കിൽ ഏത് പഞ്ചായത്താണെന്നുള്ള വസ്തുത. രണ്ടാമത്തെ ചോദ്യം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേര് എന്താണ്? തന്നിരുന്ന ഓപ്ഷൻസ് ഇവയൊക്കെയാണ്: ചന്ദ്രയാൻ, ആദിത്യ, മംഗൾയാൻ, ആര്യഭട്ട. ഇതിൻ്റെ ശരി ഉത്തരം മംഗൾയാനാണ്. ഇന്ത്യയുടെ ചൊവ്വ ദൗത്യമാണ് മംഗൾയാൻ. 2013 നവംബർ 5-നാണ് വിക്ഷേപിച്ചത്. 2013 നവംബർ 5-നാണ് മംഗൾയാൻ വിക്ഷേപിച്ചത്. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗ് ആയിരുന്നു. അപ്പോൾ 2013 മംഗൾയാൻ വിക്ഷേപിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു. അതേസമയം രാഷ്ട്രപതി പ്രണവ് മുഖർജി ആയിരുന്നു. രാഷ്ട്രപതി പ്രണവ് മുഖർജി ആയിരുന്നെന്ന് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ആ സമയത്ത് ആരായിരുന്നു ISROയുടെ ചെയർമാൻ? അന്നത്തെ ISROയുടെ ചെയർമാൻ കെ രാധാകൃഷ്ണനായിരുന്നു. അന്ന് ISROയുടെ ചെയർമാൻ കെ രാധാകൃഷ്ണൻ ആണെന്ന് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഇതിനകത്തുണ്ടായിരുന്ന മറ്റു ചില ദൗത്യങ്ങളാണ് ചന്ദ്രയാൻ. ചന്ദ്രയാൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യയുടെ ചന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ. ചന്ദ്രയാൻ 1 ഉണ്ട്, ചന്ദ്രയാൻ 2 ഉണ്ട്, ചന്ദ്രയാൻ 3 ഉണ്ട്. അപ്പോൾ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008-ലാണ്. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് 2019-ലാണ്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023-ലാണ്. 2023 ജൂലൈ 14-ന്, 2023 ഓഗസ്റ്റ് 23-നാണ് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്നതെന്നും ആ ചന്ദ്രയാനുമായി ബന്ധപ്പെട്ട് നാളിതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യവും നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് എന്നുകൂടി പറഞ്ഞ് ചന്ദ്രയാനിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല, ആ വീഡിയോയിലും ഉണ്ട്. അടുത്ത ഉള്ള ഓപ്ഷനാണ് ആദിത്യ L1. നമുക്കറിയാം ആദിത്യ L1 എന്ന് പറയുന്നത് ISROയുടെ ആദ്യത്തെ സൗരദൗത്യമാണ്. ISROയുടെ ആദ്യത്തെ സൗരദൗത്യമാണ് ആദിത്യ L1, അതായത് സൂര്യനെ കുറിച്ച് പഠിക്കാൻ. അപ്പോൾ അതിലെന്താണ് ഈ L1 ആണ്. ആദ്യത്തെ L1 എന്നാണ് പറയുന്നത്. L1 എന്ന് പറയുന്നത് ലഗ്രാഞ്ചെ പോയിന്റ് എന്നാണ്. ലഗ്രാഞ്ചെ പോയിന്റ്. അപ്പോൾ നമ്മൾ ഈ ആദ്യത്തെ L1 കൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരിട്ട് സൂര്യനിലേക്കുള്ള ദൗത്യമല്ല. സൂര്യനെ ചുറ്റി ചില പോയിന്റുകളുണ്ട്. 5 ലഗ്രാഞ്ചെ പോയിന്റ് ഉണ്ട്. L1, L2, L3, L4, L5. ഈ L1 പോയിന്റിൽ എത്തിക്കൊണ്ട് സൂര്യനെയും വീക്ഷിക്കാൻ പറ്റും, ഭൂമിയെയും വീക്ഷിക്കാൻ പറ്റും. അങ്ങനെ L1 പോയിന്റിലേക്കാണ് നമ്മൾ ഈ ഇതിനകത്തുള്ള പേലോഡുകളെയും ഇതിനെ വിക്ഷേപിച്ചത്. ആദ്യത്തെ L1-നെ വിക്ഷേപിച്ചത് L1 പോയിന്റിലേക്കാണ്. ഇനി ഈ ലഗ്രാഞ്ചെ എന്ന് പറയുന്നത് ഒരു ഗണിത ശാസ്ത്രജ്ഞനാണ്.
ലഗ്രാഞ്ച് എന്ന് പറയുന്ന ഒരു ഗണിതശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിനോടുള്ള സ്മരണാർത്ഥമാണ് ആ പോയിന്റുകൾക്ക് ലഗ്രാഞ്ചെ പോയിന്റ്സ് എന്ന് പേരിട്ടത്. അപ്പോൾ എത്ര ലഗ്രാഞ്ചെ പോയിന്റ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ 5 എണ്ണം. L1, L2, L3, L4, L5. അപ്പോൾ അതിൽ എവിടേക്കാണ് ആദിത്യ വിക്ഷേപിച്ചതെന്ന് ചോദിച്ചാൽ അത് L1ലേക്കാണ്. ആ പേരിൽ തന്നെ പറയുന്നത് ആദിത്യ L1 ആണ്. ആദിത്യ L1. ഇനി നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഏത് വാഹനത്തിലാണ് വിക്ഷേപിച്ചത്? ISRO വിക്ഷേപിച്ച വാഹനം ചോദിച്ചാൽ അത് PSLV C-57 ആണ്. PSLV C-57. ഇത് PSLVയുടെ 59ാമത്തെ ദൗത്യമാണ്. PSLVയുടെ 59ാമത്തെ ദൗത്യമാണെന്ന് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. PSLV C-57 ആണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. ഇനി ആരായിരുന്നു ആദിത്യ L1ൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ? ആദിത്യ L1ൻ്റെ പ്രോജക്റ്റ് ഡയറക്ടറാണ് നിഗർ ഷാജി. നിഗർ ഷാജിയാണ്. നിഗർ ഷാജി. അതേസമയം ISROയുടെ ആദിത്യ L1ൻ്റെ മിഷൻ ഡയറക്ടർ ആരായിരുന്നാണ് ചോദ്യമെങ്കിൽ അത് SR ബിജു ആണ്. മിഷൻ ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചാൽ അത് SR ബിജു. അപ്പോൾ പ്രോജക്റ്റ് ഡയറക്ടർ നിഗർ ഷാജി, മിഷൻ ഡയറക്ടർ ചോദിച്ചാൽ SR ബിജു ആണ്. അപ്പോൾ PSLV C-57 എന്ന വാഹനത്തിലാണ് വിക്ഷേപിച്ചതെന്ന് പറഞ്ഞു. ആ PSLV C-57 നമുക്ക് ആവശ്യമുണ്ട്. 59ാമത്തെ PSLVയുടെ ദൗത്യമാണെന്ന് നേരത്തെ കണ്ടു. ഞാൻ ഇവിടെ ഒരു വാഹനം എഴുതിയിട്ടുണ്ട്, PSLV C-59. എന്താണ് PSLV C-57 59 തമ്മിലുള്ള വ്യത്യാസം? PSLV C-57 ആദിത്യ L1നെ വിക്ഷേപിച്ചതാണ്. ആ സൗര ദൗത്യമാണെന്ന് നമുക്കറിയാം. അതേസമയം PSLV C-59 ഒരു സൗര ദൗത്യമാണ്. ആ ദൗത്യത്തിൻ്റെ പേരാണ് പ്രോബ 3. ഇത് നേരിട്ട് ISRO നടത്തുന്ന ഒരു ദൗത്യം അല്ല. ഇത് യൂറോപ്യൻ സ്പേസ് ഏജൻസിക്ക് വേണ്ടി ISROയുടെ സംഘടനയായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് NSIL, അതായത് NSILന് വേണ്ടി ISRO നടത്തുന്ന വാണിജ്യ ദൗത്യമാണ് പ്രോബ 3. അപ്പോൾ ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഐഡിയ നൽകുന്ന ആരാണെന്ന് ചോദിച്ചാൽ യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ്. ഈ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുമായിട്ട് കരാറുണ്ടാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ഇനി ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിന് വേണ്ടിയാണ് അപ്പോൾ ISRO വിക്ഷേപിക്കുന്നതെന്നൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ പ്രോബ 3 എന്ന് പറയുന്നതും സൗര ദൗത്യമാണ്. ഇത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടേതാണ്. ഇതിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് കൃത്രിമ സൂര്യഗ്രഹണം ഉപയോഗിച്ചുകൊണ്ട് സൂര്യൻ്റെ ഏറ്റവും പുറമേയുള്ള പാളിയായ കൊറോണയെക്കുറിച്ച് പഠിക്കുക. കൊറോണ നമ്മുടെ രോഗം കൊറോണയല്ല, സൂര്യൻ്റെ ഏറ്റവും പുറമേയുള്ള പാളി കൊറോണയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയുള്ള ദൗത്യമാണ് പ്രോബ 3. യൂറോപ്യൻ സ്പേസ് ഏജൻസിക്ക് വേണ്ടി ISRO നടത്തുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ വാഹനമാണ് PSLV C-59. ഇനി എന്താണ് ഈ പ്രോബയുടെ ഫുൾ ഫോം? പ്രോബ എന്ന് പറഞ്ഞാൽ പ്രോജക്റ്റ് ഫോർ ഓൺബോർഡ് ഓട്ടോണമി. പ്രോജക്റ്റ് ഫോർ ഓൺബോർഡ് ഓട്ടോണമി എന്നുള്ളതാണ് പ്രോബയുടെ ഫുൾ ഫോം. ഇതിനകത്ത് 2 സ്പേസ് ക്രാഫ്റ്റ് ആണുള്ളത്, അതായത് 2 ഉപഗ്രഹങ്ങൾ. ഈ 2 ഉപഗ്രഹങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രോബ 3 പരീക്ഷ നടത്തുന്നത്. 2 സ്പേസ് ക്രാഫ്റ്റ് അതൊക്കെയാണ്. ഒന്നാമത്തത് കൊറോണോഗ്രാഫ് സ്പേസ് ക്രാഫ്റ്റ്, കൊറോണോഗ്രാഫ്. രണ്ടാമത്താണ് ഒക്കൾട്ടർ, OCCULTER, ഒക്കൾട്ടർ. അപ്പോൾ കൊറോണോഗ്രാഫും ഒക്കൾട്ടറും ഈ 2 സ്പേസ് ക്രാഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ISRO പ്രോബ 3 എന്ന് പറയുന്ന ദൗത്യം നടപ്പിലാക്കുന്നതെന്ന് ഓർക്കുക. അപ്പോൾ പ്രോബ 3 വരുമ്പോഴത്തേക്ക് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ഇതിപ്പോൾ ഒരു കൺഫ്യൂസിങ് ഏരിയ ആയതുകൊണ്ട് 2ഉം സൗര ദൗത്യമാണ്. PSLV C-57 എന്ന് പറയുന്ന ISRO ഒറ്റയ്ക്ക് നടത്തുന്നത്, ഇന്ത്യയുടെ മാത്രം ദൗത്യമാണ്. ഇത് യൂറോപ്യൻ സ്പേസ് ഏജൻസിക്ക് വേണ്ടി നടത്തുന്നതായതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനി PSLV C-57ലേക്ക് വരുമ്പോൾ വിക്ഷേപിച്ചത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സെപ്റ്റംബർ 2, 2023. സെപ്റ്റംബർ 2023 വിക്ഷേപിച്ചത്. അതേസമയം പ്രോബ വിക്ഷേപിച്ചത് ഡിസംബർ 5, 2024. പ്രോബ വിക്ഷേപിച്ചത് ഡിസംബർ 5, 2024. ഇനി എന്നാണ് ഇത് സൂര്യൻ്റെ L1 പോയിന്റ് ലഗ്രാഞ്ചെ പോയിന്റിൽ എത്തിയതെന്ന് ചോദിച്ചാൽ അത് ജനുവരി 6, 2024. ജനുവരി 6, 2024 ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്ത് എത്തിയത്. ജനുവരി 6, 2024.
എന്നുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ആദിത്യ L1 ആകെ എത്ര പേലോഡുകളാണ് ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ അത് 7 ആണ്. 7 പേലോഡുകളാണ് ആദിത്യ L1 ഉണ്ടായിരുന്നത്. 7 പേലോഡുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കേണ്ട ഒരു പേലോഡാണ് PAPA, പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ. പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യയാണ് PAPA. അതൊന്നും അല്ല ഇമ്പോർട്ടൻറ്റ്, ഇത് നിർമ്മിച്ചത് VSSC തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്തെ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ ആണ് നിർമ്മിച്ചത്. അതുകൊണ്ടാണ് ഈ പേലോഡ് ഒന്ന് എടുത്ത് പഠിക്കാൻ പറഞ്ഞത്. വേറെ ഉണ്ട് 7 പേലോഡ്. എന്നാൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിപ്പോൾ ഓർക്കേണ്ടത് PAPA എന്ന് പറയുന്നത് VSSC തിരുവനന്തപുരം നിർമ്മിച്ചതാണ്. ഇതിനകത്തുള്ള മറ്റൊരു പേലോഡാണ് VELC, വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ്. ഇതാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേലോഡ്. അപ്പോൾ 2 പേലോഡുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇതാണ് ഈ സൂര്യൻ്റെ കൊറോണയെ കുറിച്ച് പഠിക്കുന്നത്, VELC ആണ്. പിന്നെ ഉള്ളത് പേലോഡുകളുണ്ട്, 5 എണ്ണം ഉണ്ട്. അപ്പോൾ അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നില്ല. ആകെ എത്ര പേലോഡ് ഉണ്ടെന്ന് ഓർത്ത് വയ്ക്കുക, 7 പേലോഡ്. അതിനകത്ത് VSSC തിരുവനന്തപുരം നിർമ്മിച്ച ഏതാണെന്ന് ഒന്ന് ഓർക്കുക, PAPA, പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ. ഇനി കൊറോണയെ കുറിച്ച് മനസ്സിലാക്കാനുള്ള പേലോഡാണ് VELC, അതായത് വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ്. ഇതാണ് നമുക്ക് ആദിത്യ L1 കുറിച്ച് പറയാൻ ഉള്ളത്. അപ്പോൾ ആദിത്യ L1 ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ഓപ്ഷനാണ് ആര്യഭട്ട. ആര്യഭട്ട വിക്ഷേപിച്ചത് 1975 ഏപ്രിൽ 19. 1975 ഏപ്രിൽ 19 ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ അതും ആദിത്യയാണ്. ഇനി ഈ ചോദ്യപേപ്പറിനകത്ത് തന്നെ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട മറ്റ് ചില ചോദ്യങ്ങൾ കൂടി നോക്കാം. അപ്പോൾ അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ശരി ഉത്തരം പ്രഗ്യാനാണ് റോവർ. അതേസമയം ലാൻഡർ ഏതാണെന്ന് ചോദിച്ചാൽ വിക്രം ലാൻഡറാണ്. വിക്രം ലാൻഡറും പ്രഗ്യാൻ റോവറും ആണെന്നൊന്ന് ഓർത്ത് വയ്ക്കുക. ഈ ചന്ദ്രയാൻ 3 ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മുടെ മുൻപുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഇനി വീണ്ടും ഉള്ള ചന്ദ്രയാനിൽ നിന്നുള്ള മറ്റൊരു ചോദ്യമാണ്, ചന്ദ്രയാൻ 3 സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തു. ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന ISRO ചെയർമാൻ മോഹൻകുമാർ ആണ്. തെറ്റാണ്. ഡോക്ടർ S സോമനാഥാണ് ISRO ചെയർമാൻ ആയിരുന്നത്. അതിന്റെ പ്രോജക്ട് ഡയറക്ടർ ആയിരുന്നു P വീരമുത്തുവേൽ. അതേസമയം മിഷൻ ഡയറക്ടർ ആയിരുന്നു S മോഹൻകുമാർ. ഇനി അടുത്ത് ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേര് വിക്രം. ശരിയാണ്. നാലാമത്തത് ചന്ദ്രയാൻ 3 മൊത്തം ചെലവ് 615 കോടി രൂപ. അത് ശരിയാണ്. അപ്പോൾ ചന്ദ്രയാന്റെ മൊത്തം ചെലവ് എന്ന് പറയുന്നത് 615 കോടിയായിരുന്നു കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. അത് സ്റ്റേറ്റ്മെന്റ് ലെവലിൽ വന്ന ചോദ്യമായിരുന്നു. ഇനി അടുത്ത ഈ ചോദ്യപേപ്പറിൽ തന്നെ ഉള്ള ചന്ദ്രയാനുമായി ബന്ധപ്പെട്ട വീണ്ടും വന്നൊരു ചോദ്യമാണ്, നിലവിലെ ISRO ചെയർമാൻ ആരാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇവയൊക്കെയാണ്: K ശിവൻ, S സോമനാഥ്, AS കിരൺകുമാർ, ഉണ്ണികൃഷ്ണൻ നായർ. ഇതിനകത്ത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ S സോമനാഥാണ് ശരി ഉത്തരം. നിലവിലെ ISRO ചെയർമാൻ S സോമനാഥാണ്. അതേസമയം തന്നിട്ടുള്ളതിൽ 3 പേര് ഇതുവരെ ISRO ചെയർമാൻ ആയിട്ടുണ്ട്: K ശിവൻ, AS കിരൺകുമാർ, S സോമനാഥ്. ഇതിനകത്ത് തന്നിട്ടുള്ള നാലാമത്തെ ആളെന്ന് പറഞ്ഞ ഉണ്ണികൃഷ്ണൻ നായർ ISROയുടെ ചെയർമാൻ ആയിട്ടില്ല. അദ്ദേഹം VSSCയുടെ ഡയറക്ടറായിട്ടാണ് സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുന്ന ISRO എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനാണ് ISRO. അപ്പോൾ ഈ ISRO രൂപീകരിച്ചത് 1969 ഓഗസ്റ്റ് 15. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ചെയർമാൻ നമുക്കറിയാം വിക്രം സാരാഭായി ആയിരുന്നു. വിക്രം സാരാഭായി നമ്മൾ പറയുമ്പോൾ അതിന് മുമ്പ് ഒരു 6 വർഷം മുമ്പ് തന്നെ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഓൺ സ്പേസ് റിസർച്ച് വന്നിട്ടുണ്ട്. ഇൻകോസ്പാർ എന്നും പറഞ്ഞിട്ട് രൂപീകരിച്ചിട്ടുണ്ട്. INCOSPAR, അതായത് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് ആൻഡ് റിസർച്ച്. അതാണ് ഇൻകോസ്പാർ. അപ്പോൾ ഇൻകോസ്പാർ ആണ് INCOSPAR. ഇൻകോസ്പാർ ആണ് ISROയുടെ മുൻഗാമി എന്ന് നമ്മൾ സൂചിപ്പിക്കുക. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് ആൻഡ് റിസർച്ച്. അപ്പോൾ അതിൻ്റെ ചെയർമാനായിട്ടാണ് വിക്രം സാരാഭായ് തുടങ്ങിയത്. അതിനുശേഷം 1969 വരുമ്പോഴും അദ്ദേഹം തന്നെയാണ് ആ സ്ഥാനത്ത് തുടർന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം ISROയുടെ ആദ്യത്തെ ചെയർമാൻ ചോദിച്ചാലും
വിക്രം സാരാഭായി ആണ്. അപ്പോൾ നമുക്കതിൻ്റെ ആ 10 ചെയർമാൻമാരാണ് നാളിതുവരെ ISROയിൽ വന്നിട്ടുള്ളത്. നമുക്ക് ആ 10 പേരെയും നോക്കാം. അവരുടെ കാലഘട്ടം കൂടെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ച് പോവാം. 10 ചെയർമാൻമാർ, ആ 10 ചെയർമാൻമാരിൽ 5 പേര് മലയാളികളായിരുന്നു. ഇവിടെ ഒന്ന് ഓർത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ആളാണ് വിക്രം സാരാഭായി. വിക്രം സാരാഭായി. ഇദ്ദേഹമാണ് ISROയുടെ ആദ്യത്തെ ചെയർമാൻ. ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് VSSC തിരുവനന്തപുരം സ്മരണാർത്ഥമാണ് ആരംഭിച്ചത്. ഇദ്ദേഹത്തിൻ്റെ കാലയളവ് ചോദിച്ചാൽ 1963, 71. ഇപ്പം ഇവിടെയാണ് നിങ്ങൾക്ക് സംശയം വരാൻ സാധ്യത. എങ്ങനെയാണ് 1963 പോയത്? ISRO 1969 രൂപീകരിച്ചതെന്നായിരിക്കും ചോദ്യം വരിക. അതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. ISROയ്ക്ക് മുൻഗാമി ഇൻകോസ്പാർ ഒരു കമ്മിറ്റി രൂപീകരിച്ചു സ്പേസുമായിട്ട് ബന്ധപ്പെട്ടത് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ആവശ്യാർത്ഥമാണ് അതിൻ്റെ ചെയർമാനായിട്ട് ആദ്യം വിക്രം സാരാഭായി വന്നത്. അപ്പം 63 മുതൽ 69 വരെ അദ്ദേഹം ഇത് ഇൻകോസ്പാറിൻ്റെ ചെയർമാനായിരുന്നു. പിന്നീട് 69 പേര് മാറ്റി ISRO ആയി വന്നപ്പോഴത്തേക്കും അതിൻ്റെയും ചെയർമാനായത് ഇദ്ദേഹം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ISROയുടെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായി ആണ്. ഇനി രണ്ടാമത്തെ ആളാണ് വിക്രം സാരാഭായ് MGK മേനോൻ. MGK മേനോൻ. ഇത് നമ്മൾ പറയുമ്പോൾ ഇതിനിടയ്ക്കുള്ള ഈ ആക്ടിംഗ് ചെയർമാൻമാരെ നമ്മൾ പറയാറില്ല. പ്രധാനമായിട്ട് ISRO പറയുന്ന മെയിൻ ചെയർമാൻമാരെ മാത്രമേ പറയുന്നുള്ളൂ. ഇദ്ദേഹത്തിൻ്റെ കാലാവധി 1972 72 ആ ഒരു വർഷമാണ് ഇരുന്നത്. മൂന്നാമത്തെ ആളാണ് സതീഷ് ധവാൻ. സതീഷ് ധവാൻ്റെ പേരിലാണ് നമുക്കറിയാം സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ, അതായത് നമ്മുടെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ. നമുക്കറിയാതെ എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്, ശ്രീഹരിക്കോട്ട. ആ ശ്രീഹരിക്കോട്ടയിലുള്ളത് സതീഷ് ധവാൻ്റെ പേരിലുള്ള ഇതാണ് ശ്രീഹരിക്കോട്ട റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ. അപ്പോൾ ഇദ്ദേഹം ഏത് കാലയളവിലായിരുന്നു ചോദിച്ചാൽ 1972, 1984 കാലയളവിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം ISROയുടെ ചെയർമാൻ ആയിരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതും സതീഷ് ധവാനാണ്. ഇനി നാലാമത്തെ ആളാണ് UR റാവു. ഉഡുപ്പി രാമചന്ദ്ര റാവു. ഇദ്ദേഹത്തിൻ്റെ കാലയളവ് 1984 മുതൽ 1994 വരെയാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ളതാണ് UR റാവു സാറ്റലൈറ്റ് സെൻറ്റർ. അത് ബാംഗ്ലൂരിലാണെന്ന് കൂടി ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത് അഞ്ചാമത്തെ ആളാണ് K. കസ്തൂരി രംഗൻ. ഇദ്ദേഹം ഒരു മലയാളിയാണ്, കസ്തൂരി രംഗൻ. ഇദ്ദേഹത്തിൻ്റെ കാലയളവ് 1994, 2003 1994, 2003. ഇനി ആറാമത്തെ ആള് G. മാധവൻ നായരുടെ കാലയളവ് ചോദിച്ചാൽ 2003, 2009. അടുത്ത് ഏഴാമത്തെ ആള് K. രാധാകൃഷ്ണൻ. ഇദ്ദേഹമാണ് കഥകളിയെ പ്രോത്സാഹിപ്പിച്ച ISRO ചെയർമാൻ K. രാധാകൃഷ്ണൻ. ഇദ്ദേഹത്തിൻ്റെ കാലയളവ് ചോദിച്ചാൽ 2009, 2015. അപ്പോൾ കഥകളിയെ പ്രോത്സാഹിപ്പിച്ച ISRO ചെയർമാനാണ് K. രാധാകൃഷ്ണൻ. ഇദ്ദേഹത്തിൻ്റെ കാലയളവ് 2009, 2015. എട്ടാമത്തെ ആള് AS കിരൺ കുമാർ. ഇദ്ദേഹത്തിൻ്റെ കാലയളവ് ചോദിച്ചാൽ 2015, 2018. ഇനി അടുത്ത് ഒൻപതാമത്തെ ആള് K. ശിവൻ. 2018, 22 കാലയളവ്. ഒൻപതാമത്തെ ISRO ചെയർമാൻ. അടുത്ത പത്താമത്തെ ആള് ഡോക്ടർ S. സോമനാഥ്. നിലവിലെ ചെയർമാനും സോമനാഥാണ്. 2022 മുതൽ ഈ സ്ഥാനത്ത് തുടരുകയാണ്. അപ്പോൾ ഇവരാണ് 10 ISRO ചെയർമാൻമാരുടെ ഈ ലിസ്റ്റിൽ നിന്ന് ഓർക്കുക. ഒന്നാമത്തെ ആൾ വിക്രം സാരാഭായ് 1963 മുതൽ 71 വരെ. രണ്ടാമത്തെ ആൾ MGK മേനോൻ 1972 മലയാളിയാണ്. മൂന്നാമത്തെ ആൾ സതീഷ് ധവാൻ 1972, 84. നാലാമത്തെ ആൾ UR റാവു 1984 മുതൽ 94 വരെ. അഞ്ചാമത്തെ ആൾ K. കസ്തൂരി രംഗൻ 1994 മുതൽ 2003 കാലയളവ്. ഇദ്ദേഹവും മലയാളിയാണ്.
ആറാമത്തെ ആള് ജി മാധവൻ നായർ, 2003 മുതൽ 2009 വരെ, ഇദ്ദേഹവും മലയാളിയാണ്. അടുത്ത കെ രാധാകൃഷ്ണൻ, 2009 മുതൽ 2015 വരെ, ഇദ്ദേഹവും മലയാളിയാണ്. പിന്നീട് അവസാനത്തെ ആള് 10ാമത്തെ ആള് ഡോക്ടർ എസ് സോമനാഥ്, അദ്ദേഹവും മലയാളിയാണെന്നൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ 5 മലയാളികളാണുള്ളത്. MGK മേനോൻ 1972, പിന്നെ കെ കസ്തൂരി രംഗൻ 1994, 2003, ഇദ്ദേഹം മലയാളിയാണ്. ജി മാധവൻ നായർ 2003, 2009 മലയാളി. അടുത്ത കെ രാധാകൃഷ്ണൻ 2009, 2015 കാലയളവ്, ഇദ്ദേഹം മലയാളിയാണ്. അവസാനം എസ് സോമനാഥ്, അദ്ദേഹവും ഒരു മലയാളിയാണ്. അങ്ങനെ 5 മലയാളിമാരും 10 ചെയർമാന്മാരും. ഈ കാലയളവ് എന്തിനാണ് നമ്മൾ പരാമർശിച്ചതെന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് മംഗൾയാൻ വിക്ഷേപിച്ച സമയത്ത് ആരായിരുന്നു ISRO ചെയർമാൻ? അപ്പോൾ നമുക്കറിയാം 2013 നവംബർ 5. അങ്ങനെയാണെങ്കിൽ ആര് വരും? ഇദ്ദേഹം കെ രാധാകൃഷ്ണൻ വരും, ആ കാലയളവിലുള്ള ISRO ചെയർമാൻ. അതേപോലെ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചപ്പോൾ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ജി മാധവൻ നായരായിരുന്നു, കാരണം 2008. അതുപോലെ ചന്ദ്രയാൻ 2 വിക്ഷേപിക്കുന്നത് കെ ശിവന്റെ കാലത്താണ്, 2019. പിന്നെ ചന്ദ്രയാൻ 3 നമുക്കറിയാം ആദിത്യ L1, ഇതെല്ലാം എസ് സോമനാഥിന്റെ കാലയളവിലാണ്. അപ്പോൾ ഈ വർഷങ്ങൾ പഠിക്കുന്നത് കൂടെ ഇതിൻ്റെ കൂടെ പഠിച്ചാൽ നല്ലതായിരിക്കും. വിക്രം സാരാഭായ് 63-71, MGK മേനോൻ 1972, സതീഷ് ധവാൻ 1972 മുതൽ 84 വരെ. ഏറ്റവും കൂടുതൽ കാലം ISROയുടെ ചെയർമാൻ ആയിരുന്നു ചോദിച്ചാലും സതീഷ് ധവാനാണ്, ഏകദേശം 12 വർഷ കാലയളവ്. അടുത്ത് UR റാവു 84 മുതൽ 94 വരെ. കെ കസ്തൂരി രംഗൻ 1994 മുതൽ 2003 വരെ. ജി മാധവൻ നായർ 2003, 2009. കെ രാധാകൃഷ്ണൻ 2009, 15. പിന്നെ AS കിരൺകുമാർ 2015, 18. കെ ശിവൻ 2018, 22. 10ാമത്തെ ആള് എസ് സോമനാഥ്. അപ്പോൾ ഇതിൽ പറഞ്ഞ ISROയെ കുറിച്ചും ISRO ചെയർമാനെ കുറിച്ചും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത്രയാണ് ആ ചോദ്യത്തിൽ നോക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഈ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട ഈ ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞ് തീർത്തത്. അടുത്ത ചോദ്യം, 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏത്? നമുക്കറിയാം ഈ ചോദ്യം നടന്നു കഴിഞ്ഞുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ 2024 G20 ഉച്ചകോടി നടന്നത് എവിടെയെന്നാണ്? അത് ബ്രസീലിലാണ്. 2024 G20 ഉച്ചകോടി നടന്നത് ബ്രസീലിലാണ്. നമുക്കറിയാം ബ്രസീൽ ഒരു സൗത്ത് അമേരിക്കൻ രാജ്യമാണ്. നിലവിലെ ബ്രസീലിൻ്റെ പ്രസിഡന്റാണ് ലുല ഡി സിൽവയാണ് ബ്രസീലിൻ്റെ നിലവിലെ പ്രസിഡന്റ്. അതുപോലെ അതിൻ്റെ തലസ്ഥാനം ചോദിച്ചാൽ ബ്രസീലിയാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ G20യുടെ സവിസ്തരമായൊരു ക്ലാസ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിൽ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ച് പോകുന്നത് 2022 എവിടെയായിരുന്നു G20 വേദി? 2022 വേദി ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യ ഒരു ഏഷ്യൻ രാജ്യമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യവും ഇന്തോനേഷ്യയാണ്. തലസ്ഥാനം ജക്കാർത്ത. ഇനി 2023 നടന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ പ്രധാന വേദി എവിടെയായിരുന്നു ചോദിച്ചാൽ അത് ഡൽഹിയിലെ പ്രഗതി മൈതാനിലായിരുന്നു. പ്രഗതി മൈതാനിലെ ഭാരത് മണ്ഡപം. അപ്പോൾ 2023 ഡൽഹിയിൽ ഭാരത് മണ്ഡപത്തിലാണ് നടന്നത്, പ്രഗതി മൈതാനിലെന്ന് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. ആ തവണത്തെ തീമായിരുന്നു വസുദൈവ കുടുംബകം. ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് 2023. ഇനി 2024 പറഞ്ഞു കഴിഞ്ഞു ബ്രസീലാണ് സൗത്ത് അമേരിക്കൻ രാഷ്ട്രം. അതേസമയം 2025 നടക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലാണ്. ദക്ഷിണാഫ്രിക്കയിലാണ് 2025 നടക്കുക. നിലവിലെ ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റാണ് സിറിൽ റമഫോസയാണ് നിലവിൽ ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റ് എന്ന് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഈ കാര്യങ്ങൾ നമ്മൾ സവിസ്തരം ചർച്ച ചെയ്തുകൊണ്ട് അതിലേക്ക് വീണ്ടും ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന കേരള സ്പീക്കർ AN ഷംസീർ ആണ്, അത് ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ്, ആ പ്രസ്താവന തെറ്റാണ്. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നില്ല അദ്ദേഹം സുപ്രീം കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. സുപ്രീം കോടതിയുടെ 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു DY ചന്ദ്രചൂഡ് എന്ന് നമുക്ക് അറിയാം. അതേസമയം നിലവിൽ 51ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് ചോദിച്ചാൽ അത് സഞ്ജീവ് ഖന്നയാണ്. 51ാമത്തെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ തന്നിട്ട സ്റ്റേറ്റ്മെന്റ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ്, ശരിയാണ്.
2019 മുതൽ കേരള ഗവർണറായി തുടരുകയാണ് അദ്ദേഹം. അപ്പോൾ നിലവിലെ കേരള ഗവർണർ ചോദിച്ചാലും ആരിഫ് മുഹമ്മദ് ഖാനാണ്. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിലവിൽ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജംദാർ ആണ്. നിതിൻ ജംദാർ ആണ് നിലവിലെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. അതേസമയം 39ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് അദ്ദേഹം. 38ാമത്തെ ചീഫ് ജസ്റ്റിസ് ചോദിച്ചാൽ ആശിഷ് ജിതേന്ദ്ര ദേശായി, AJ ദേശായി ആയിരുന്നു 38ാമത്തെ ചീഫ് ജസ്റ്റിസ്. ഇനി ഇതിനകത്തുണ്ടായിരുന്ന മറ്റൊരു ഓപ്ഷൻ കേരള സ്പീക്കർ AM ഷംസീർ ആണ്. അദ്ദേഹത്തിന്റെ മണ്ഡലം നമുക്കറിയാം തലശ്ശേരിയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്രാമത്തെ നിയമസഭയാണ്? ഇത് 15ാമത്തെ നിയമസഭയാണ്. 15ാം കേരള നിയമസഭയാണ്. അപ്പോൾ സ്പീക്കറെ കുറിച്ചാണ് ഇവിടെ ചോദ്യം വന്നത്. അങ്ങനെയാണെങ്കിൽ 15ാം നിയമസഭയുടെ പ്രോടൈം സ്പീക്കർ ആരായിരുന്നു? പ്രോടൈം സ്പീക്കർ PTA റഹീം ആയിരുന്നു. PTA റഹീം. അങ്ങനെയാണെങ്കിൽ എന്താണ് പ്രോടൈം സ്പീക്കർ? പ്രോടൈം സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സഭ അധികാരത്തിലേക്ക് വരുന്നു. അതായത് ഒരു ഇലക്ഷൻ നടത്തി റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, നിയമസഭ ചേരണം. അപ്പം നിയമസഭ ചേരുന്ന സമയത്ത് അവിടെ ഒരു സ്പീക്കർ ഇല്ല. ഇനി നമ്മുടെ സഭയുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 140 അംഗങ്ങളാണ്. ഈ 140 അംഗങ്ങളെ നമുക്ക് കൊണ്ടുവന്ന് ഗവർണറുടെ അടുത്ത് സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരാളിനെ, ഏറ്റവും മുതിർന്ന നേതാവിനെയോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെയോ പ്രോടൈം സ്പീക്കർ താൽക്കാലികമായിട്ട് സ്പീക്കറെ ചുമതല വഹിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കും. അദ്ദേഹം ആരുടെ മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്യും? ഗവർണറുടെ മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേക്കും. അതിനുശേഷം മറ്റുള്ള എല്ലാ MLA മാരും അദ്ദേഹത്തിൻ്റെ മുമ്പാകെ ആയിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുക. അതിനുവേണ്ടി ഒരു സ്പീക്കറെ പിന്നീടാണ് ഒരു സ്പീക്കറെ തിരഞ്ഞെടുക്കുക. അപ്പോൾ പിന്നീട് ഒരു സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത് വരെ സഭ നിയന്ത്രിക്കുകയും സ്പീക്കറുടെ പദവിയിലുള്ള ജോലികൾ ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയാണ് പ്രോടൈം സ്പീക്കർ. അപ്പോൾ 15ാം കേരള നിയമസഭയുടെ പ്രോടൈം സ്പീക്കർ ആയിരുന്നു PTA റഹീം എന്നുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ 15ാം നിയമസഭയുടെ പ്രോടൈം സ്പീക്കർ ആയിരുന്നു PTA റഹീം. പ്രോടൈം സ്പീക്കർ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ലോക്സഭയിലേക്ക് വരുമ്പോൾ താൽക്കാലികമായിട്ട് തിരഞ്ഞെടുക്കുന്ന പ്രോടൈം സ്പീക്കറും. അവിടെ MP-മാരൊക്കെ എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ MLA-മാർ. ആ കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ മതിയാവും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ 1-2 മന്ത്രിമാരെ കൂടി നമുക്കൊന്ന് സൂചിപ്പിക്കാം, തെറ്റിപ്പോവാൻ സാധ്യതയുള്ളത്. 1. പരിസ്ഥിതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? നിലവിൽ പരിസ്ഥിതി വകുപ്പ് കേരളത്തിൽ ആരാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് മുഖ്യമന്ത്രി തന്നെയാണ്. പരിസ്ഥിതി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. അതുകൂടാതെ അദ്ദേഹം ആഭ്യന്തരം, വിജിലൻസ് തുടങ്ങിയവ കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. നിങ്ങൾക്കറിയാവുന്ന മറ്റൊരു പോയിന്റാണ്, മറ്റ് മന്ത്രിമാർക്ക് നൽകിയിട്ടില്ലാത്ത ഏതൊരു വകുപ്പും കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. നമ്മുടെ നിലവിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ധർമ്മടം മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണെന്ന് കൂടി ഒന്ന് ഓർക്കുക. ധർമ്മടം കണ്ണൂർ ജില്ലയിലാണ്. അതേസമയം നിലവിൽ ധനകാര്യം കൈകാര്യം ചെയ്യുന്നത് ശ്രീ KN ബാലഗോപാലാണ്. അദ്ദേഹം കൊട്ടാരക്കര മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്. അതേസമയം പൊതുഗതാഗതം കൈകാര്യം ചെയ്യുന്നത് KB ഗണേഷ് കുമാറാണ്. ശ്രീ KB ഗണേഷ് കുമാർ പത്തനാപുരത്ത് നിന്നുള്ള MLA ആണ്. അതേപോലെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് കൈകാര്യം ചെയ്യുന്നത് ശ്രീ GR അനിലാണ്, നെടുമങ്ങാട് നിന്നുള്ള MLA. റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ശ്രീ K രാജനാണ്. ശ്രീ K രാജനാണെന്ന് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. റവന്യൂ വകുപ്പ് ശ്രീ K രാജൻ. അതേസമയം വൈദ്യുതി കൈകാര്യം ചെയ്യുന്നത് K കൃഷ്ണൻകുട്ടിയാണ്. വൈദ്യുതി കൈകാര്യം ചെയ്യുന്നത് ശ്രീ K കൃഷ്ണൻകുട്ടി. വനം കൈകാര്യം ചെയ്യുന്നത് ശ്രീ AK ശശീന്ദ്രനാണ്. വനം കൈകാര്യം ചെയ്യുന്നത് ശ്രീ AK ശശീന്ദ്രനാണെന്നുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇതാണ് ആ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്ത ചോദ്യം, കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തനാണ്. ആ പ്രസ്താവന ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന, 2023 വയലാർ അവാർഡ് ലഭിച്ചത് S ഹരീഷിൻ്റെ മീശ എന്ന രചനയ്ക്കാണ്. ആ പ്രസ്താവന തെറ്റാണ്. 2022 വയലാർ അവാർഡാണ് S ഹരീഷിൻ്റെ മീശ എന്ന കൃതിക്ക് ലഭിച്ചതെന്ന് മനസ്സിലാക്കുക. അടുത്ത മൂന്നാമത്തെ പ്രസ്താവന, 2022 ഓടക്കുഴൽ അവാർഡ് അംബികാസുധൻ മങ്ങാടിന് ലഭിച്ചു. ആ പ്രസ്താവന ശരിയാണ്. 2022 ഓടക്കുഴൽ അവാർഡ് അംബികാസുധൻ മങ്ങാടിൻ്റെ പ്രാണവായു എന്ന കൃതിക്കാണ് ലഭിച്ചത്. അങ്ങനെയാണെങ്കിൽ 2023 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? അത് PN ഗോപികൃഷ്ണനാണ്. PN ഗോപികൃഷ്ണനാണ് 2023 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. കവിത മാംസഭോജിയാണ് എന്ന കൃതി, കവിത മാംസഭോജി എന്ന കൃതിക്കാണ് ലഭിച്ചതെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും.
ഇനി നമ്മൾ പോകുന്നത് എഴുത്തച്ഛൻ പുരസ്കാരത്തിലേക്കാണ്. അപ്പോൾ നമുക്കറിയാം 2023 എഴുത്തച്ഛൻ പുരസ്കാരമാണ് ചോദിച്ചത്. SK വസന്തൻ. അങ്ങനെയാണെങ്കിൽ എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയത് 1993 ആദ്യമായിട്ട് ലഭിച്ചത് ശൂരനാട് കുഞ്ഞമ്പിള്ളയ്ക്കാണ്. 1993 ശൂരനാട് കുഞ്ഞമ്പിള്ള. 1994 ലഭിച്ചത് തകഴി ശിവശങ്കര പിള്ളയ്ക്കാണ്. അതേസമയം 2021 ലഭിച്ചത് P വത്സല, 2022 ലഭിച്ചത് A സേതുമാധവൻ, 2023 SK വസന്തൻ, 2024 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലഭിച്ചത് NS മാധവനാണ്. NS മാധവൻ. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതിയാണ് ഹിഗ്വിറ്റ, ലത്തൻ ബത്തേരിയിലെ ലുത്തീനിയകൾ തുടങ്ങിയവ എന്നുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇനി ആരാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത്? എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത് മലയാള സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും ഉന്നതമായ പുരസ്കാരമാണ്. കേരള സർക്കാരാണ് നൽകുന്നത്. 5 ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക. 5 ലക്ഷം രൂപയാണ് കേരള സർക്കാരാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളതെന്ന് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. എഴുത്തച്ഛൻ പുരസ്കാരം. അപ്പോൾ 2024 നേടിയത് NS മാധവൻ. 2024 NS മാധവൻ. ഇനി അങ്ങനെയാണെങ്കിൽ NS മാധവന് ഇത് എത്രാമത്തെ അവാർഡാണ് ലഭിച്ചത്? അപ്പോൾ NS മാധവന് ഇത് എത്രാമത്തെ പുരസ്കാരമാണ് ലഭിച്ചത്? 1993 പുരസ്കാരം നൽകി തുടങ്ങിയത്. NS മാധവൻ ഇത് ലഭിച്ചത് 32ാമത്തെ പുരസ്കാരമാണ്. 32ാമത്തെ പുരസ്കാരമാണ് 2024 ലഭിച്ചത്. 32ാമത്തെ പുരസ്കാരമാണെന്നൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ NS മാധവൻ 32ാമത്തെ പുരസ്കാരം. 31ാമത്തെ പുരസ്കാരം SK വസന്തനാണ്. SK വസന്തൻ 2023 2024. ആ ഓർഡർ കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ചിലപ്പോൾ നമ്പർ ആയിരിക്കും ചോദിക്കുക, ചിലപ്പോൾ വർഷം തന്നെ തന്നേക്കാം. അടുത്തത് 2023 വയലാർ അവാർഡ് ലഭിച്ചത് S ഹരീഷിൻ്റെ മീശ. അത് തെറ്റാണ്. 2023 വയലാർ അവാർഡ് ലഭിച്ചത് നമുക്കറിയാം ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ്. 2023 ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ്. അതേസമയം 2024 വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചെരുവിലിനാണ്. അശോകൻ ചെരുവിൽ അദ്ദേഹത്തിൻ്റെ കൃതിയാണ് കാട്ടൂർ കടവ്. കാട്ടൂർ കടവ് എന്ന കൃതിക്കാണ് ലഭിച്ചത്. ഇനി അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ട് വയലാർ അവാർഡ് നൽകി തുടങ്ങിയത് 1977 ആണ്. 1977 ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ് ആദ്യമായിട്ട് ലഭിച്ചത്. അഗ്നിസാക്ഷി എന്ന കൃതി. ഇനി അതിലൊരു കഥാപാത്രമാണ് തേതിക്കുട്ടിക്കാവ്. തേതിക്കുട്ടിക്കാവ് എന്ന് പറയുന്നത് അഗ്നിസാക്ഷിയുടെ ഒരു കഥാപാത്രമാണെന്ന് കൂടി ഓർക്കുക. 1978 രണ്ടാമത് ലഭിച്ചത് PK ബാലകൃഷ്ണനാണ്. PK ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതി PK ബാലകൃഷ്ണനാണെന്ന് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇതാണ് ആ സാഹിത്യ അവാർഡുമായിട്ട് ബന്ധപ്പെട്ട്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം 1977 നൽകി തുടങ്ങി 2024 നൽകിയത് 48ാമത്തെ പുരസ്കാരമാണ്. 2024 നൽകിയത് 48ാമത്തെ പുരസ്കാരമാണ്. അത് നേടിയതാണ് അശോകൻ ചെരുവിൽ. അങ്ങനെയാണെങ്കിൽ 47ാമത്തെ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. ആ നമ്പർ കൂടി ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. ഇന്നത്തെ അവസാനത്തെ ചോദ്യം, 50ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇവയൊക്കെയാണ്: UU ലളിത്, DY ചന്ദ്രചൂഡ്, NV രമണ, ശരത് അരവിന്ദ് ബോബ്ഡെ. ഇതിനകത്ത് നിലവിലെ 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 50ാമത്തെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ്. നമുക്കറിയാം 1950 ജനുവരി 26 സുപ്രീം കോടതി സ്ഥാപിതമായത്. 1950 ജനുവരി 28 അത് ഉദ്ഘാടനം ചെയ്തത്. ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആണ് HJ കെനിയ. ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് HJ കെനിയ. ഇന്ത്യക്ക് ഒരു സുപ്രീം കോടതിയേ ഉള്ളൂ. അതിൻ്റെ സീറ്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഡൽഹിയിലാണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ 50ാമത്തെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. അങ്ങനെയാണെങ്കിൽ 51ാമത്തെയും നിലവിലെയും ചീഫ് ജസ്റ്റിസ് ആരാണ്? അത് സഞ്ജീവ് ഖന്നയാണ്. 51ാമത്തെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. അങ്ങനെയാണെങ്കിൽ 48ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു NV രമണ. 48 NV രമണ. 49 വരുമ്പോഴത്തേക്കും അത് UU ലളിത്. 49 UU ലളിത്. 50 DY ചന്ദ്രചൂഡ്. 51 സഞ്ജീവ് ഖന്ന. ഇതിനകത്തുണ്ടായിരുന്ന മറ്റൊരു പേരാണ് SA ബോബ്ഡെ. ശരത് അരവിന്ദ് ബോബ്ഡെ. അദ്ദേഹം സുപ്രീം കോടതിയുടെ 47ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് 47 മുതൽ 51 വരെ ഒന്നുകൂടെ നോക്കാം. SA ബോബ്ഡെ, ശരത് അരവിന്ദ് ബോബ്ഡെ 47. 48ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് NV രമണ. NV രമണ 48. 49ാമത്തെ ചീഫ് ജസ്റ്റിസ് UU ലളിത്. 50ാമത്തെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. അദ്ദേഹത്തിൻ്റെ എക്സ്പാൻഷനും ചോദിച്ചിട്ടുണ്ട്. ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ്. 51ാമത്തെ ആളാണ് സഞ്ജീവ് ഖന്ന. സഞ്ജീവ് ഖന്ന. ഇതിപ്പോൾ ഇത്രയും ആർട്ടിക്കിളാണ് ഇത്രയും പേരുകൾ നമ്മൾ എടുത്ത് പറയേണ്ട കാരണം എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പ് ഇരുന്നത് ആര് എന്നുള്ള ടൈപ്പിലുള്ള ചോദ്യങ്ങളാണ് PSC ഇപ്പോൾ ചോദിക്കുന്നത്.
അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതായിരുന്നു ഇന്നുണ്ടായിരുന്ന ചോദ്യങ്ങൾ. ഇതെല്ലാം വ്യക്തമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.